നമസ്കാരം. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലിൻ്റെ തുടക്ക സമയത്ത് മലയാളിയുടെ അടുത്ത ഗൾഫ് എന്നുള്ള പേരിൽ ഗൾഫ് നാടുകൾക്ക് ശേഷം മലയാളി കുടിയേറിപ്പാർക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് 5 രാജ്യങ്ങൾ കാനഡയും ഓസ്ട്രേലിയയും ജർമ്മനിയും ഒക്കെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മലയാളികൾക്ക് ഗൾഫിൽ എന്ന പോലെ ഈ നാടുകളിലേക്ക് കുടിയേറുക അസാധ്യമാണ് എന്ന് പലരും കമൻറ്റ് ബോക്സിൽ വന്ന് വാദിച്ചു. ഇന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഗൾഫ് നാടുകളുടെ പ്രസക്തി അതേപോലെ തന്നെ നിലനിൽപ്പുണ്ടെങ്കിലും മലയാളി യുവത്വത്തിൻ്റെ പലായനം എവിടേക്കാണ് എന്നുള്ള ചിത്രം വ്യക്തമാണ്. പാശ്ചാത്യ നാടുകളിലേക്ക് പറിച്ചു നടപ്പെടുന്ന മലയാളി യുവത്വം. പക്ഷേ ഗൾഫ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എത്തുന്നവരെ അവരിൽ ഒരാളായിട്ട് മാറ്റും. പൗരത്വം കൊടുക്കും, സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കും, കുടുംബമായി വീട് വാങ്ങി താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഈ കുടിയേറി പാർക്കുന്നവരുടെ അടുത്ത തലമുറ അവിടുത്തെ രാജ്യക്കാരായി മാറും. നഷ്ടം കേരളത്തിന് മാത്രമാണ്. പക്ഷേ എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നതിനുള്ള അസാമാന്യമായ വൈദഗ്ധ്യമുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ പലായനത്തെ പോലും അവരുടെ ഒരു നേട്ടമായി എടുത്തു കാണിക്കുന്ന ഈ സമയത്ത് മലയാളി യുവത്വം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു തുറന്ന ചർച്ച ഇലക്ഷൻ്റെ സമയത്തോ മറ്റൊരു ഘട്ടങ്ങളിലും നമ്മുടെ ബുദ്ധിജീവികളും സാമ്പത്തിക വിദഗ്ധരുമൊന്നും തുറന്നു പറയുന്നതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയോ ഭയപ്പെട്ട് തുറന്നു പറയുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ നമ്മുടെ നാട്ടിൽ നിൽക്കാത്തത്? പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവരെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് സുഖം അന്വേഷിച്ച് പോകുന്നവർ എന്നുള്ളതാണ്. ആർഭാടം തേടി പോകുന്നവർ. രാഷ്ട്രീയക്കാരും ഈ കാരണം ഒരു മറയായി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഇത്രയും വർഷം താമസിച്ചതിന് ശേഷം യൂറോപ്പിൽ നാടുകളൊക്കെ വിസിറ്റ് ചെയ്തപ്പോഴും അവിടെയുള്ള മലയാളികളുമായിട്ടൊക്കെ സംഭാഷണം ചെയ്ത സമയത്തുമൊക്കെ എത്രത്തോളം വൈരുദ്ധ്യാത്മകം നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരിൽ പലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങളിൽ ഈ പ്രവാസ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഭാഷ, വസ്ത്രം, സംസാരം, രീതികൾ, കാലാവസ്ഥ, സംസ്കാരം എല്ലാം വ്യത്യസ്തമാണ്. ജനിച്ചു വീണ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലെത്തി ഒരു കുഞ്ഞിനെ പോലെ ആദ്യം മുതൽ പിച്ച് വെച്ച് തുടങ്ങുന്നവരാണ് പലരും കരയുന്നവരാണ്, പലരും നിന്ന് വിയർക്കുന്നവരാണ്. ഇതിനെ അഭിമുഖീകരിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുമാണ്. ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് അവരുടെ പാർട്ടികളും വെക്കേഷൻ സമയങ്ങളും ഒക്കെ മാത്രമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ രാജ്യങ്ങളിലെത്തുന്ന ഒരു 80% ആളുകളും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് നാട്ടിൽ അല്പം സേവിങ്സും വീടും ഉണ്ടാക്കിയിട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചുപോയി താമസിക്കണം എന്ന ദൃഢനിശ്ചയം എടുത്തവരാണ്. പക്ഷേ 10-15 വർഷങ്ങൾക്ക് ശേഷവും അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ നിൽക്കുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് നാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കാത്തത്? അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമ്മുടെ യുവത്വം എന്തുകൊണ്ട് ഈ നാടുകളിലേക്ക് പലായനം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞ് നേടിയെടുക്കേണ്ട 90% കാര്യങ്ങളും ഇവിടെ സാറുകളില്ലാതെ കൈക്കൂലി കൊടുക്കാതെ നമ്മുടെ വീടിൻ്റെ കംഫർട്ട് സോണിലിരുന്ന് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാർഡുകളും സർട്ടിഫിക്കറ്റുകളുമൊക്കെ അടുത്ത ദിവസം നമ്മുടെ വീട്ടിലെത്തും. ഇനി അഥവാ ഗവൺമെൻറ് ഓഫീസുകളിൽ നമ്മൾ പേഴ്സണലായിട്ട് ചെല്ലേണ്ട കാര്യമാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് അവിടെ എത്തി 10 മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ച് തിരിച്ചു പോരാം. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരാനും വല്യപ്പൻ കരമടച്ചതിൻ്റെ രസീത് കൊണ്ടുവരുന്നതിനുള്ള നൂലാമാലകളൊന്നുമില്ല. മിക്ക കാര്യങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുക്കുകയോ ലൈസൻസോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. കാര്യം നടക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മെമ്പറെ വിളിച്ചുകൊണ്ട് വരിക, MLAയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയിപ്പിക്കുക, കൈക്കൂലി കൊടുക്കുക തുടങ്ങിയ കലാപരിപാടികളൊന്നും ഇവിടെ നിലനിൽപ്പില്ല. പിൻവാതിൽ നിയമനങ്ങളില്ല, ബന്ധുക്കൾക്ക് ജോലി കൊടുക്കുന്ന പരിപാടിയില്ല, സമുദായമനുസരിച്ചുള്ള പ്രീണനങ്ങളും നിലവിലില്ല. ഗവൺമെൻറ് ഓഫീസുകൾ സുതാര്യമാക്കുന്നതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു 30 വർഷം മുമ്പിലെങ്കിലും നടപ്പിലാക്കിയ കമ്പ്യൂട്ടർവൽക്കരണം എന്നുള്ളത്. പക്ഷേ അന്ന് നമ്മൾ അതിനെതിരെ സമരം ചെയ്തു. കമ്പ്യൂട്ടറുകൾ നമ്മൾ ഓഫീസിൽ കയറി തല്ലി തകർത്തു. നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഡെസ്കുകളുടെ മുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളും ചുവപ്പ് നാടകളും മതി നമുക്ക് എന്ന് നമ്മൾ പിടിവാശി പിടിച്ചു. ഇപ്പോൾ നമ്മൾ തിടുക്കപ്പെട്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ കമ്പ്യൂട്ടർവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം ആ വിഷയത്തിൽ വളരെയധികം മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും ഒരു ഓഫീസിൽ പഞ്ചിനും പഞ്ചൗട്ടും നടപ്പിലാക്കാൻ നമ്മുടെ സിസ്റ്റം മുട്ടുവിറക്കുകയും വിയർക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ട് കേരളത്തിൽ തിരിച്ചെത്തുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമായും മനസ്സിലാവുന്നത്. നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മുടെ സംസ്ഥാനവും നിലനിൽക്കുന്നത്. മാറ്റങ്ങൾക്കനുസരിച്ച് നയങ്ങൾ മാറാത്ത, സ്വയം തിരുത്താത്ത ഒരു പ്രസ്ഥാനവും ഒരു സമൂഹവും ലോകത്തിൽ നിലനിന്ന ചരിത്രം കേട്ടിട്ടില്ല. 1990കളുടെ തുടക്കത്തിൽ ലോകത്താകമാനമുണ്ടായ മാറ്റങ്ങൾ, രാജ്യങ്ങളൊക്കെ എടുത്ത ചില നയങ്ങൾ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയും കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ പല പോസിറ്റീവ് സാധ്യതകളും മുതലെടുത്തവരാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും.
കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ വ്യാവസായികപരമായി എത്രമാത്രം വികസിച്ചു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മൾ ഈ ഉദാരവൽക്കരണത്തിനും ഗ്ലോബലൈസേഷനും നയങ്ങൾക്കെതിരെ എല്ലാം പുറംതിരിഞ്ഞു നിന്നു. നമ്മൾ അതിനെല്ലാം എതിർത്തു, സമരം നടത്തി. അന്ന് കോളേജ് കട്ട് ചെയ്ത് സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം നയിച്ച പല നേതാക്കന്മാരും ഇന്ന് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ MNCകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ ഒരു ചിന്തയനുസരിച്ച് മതപ്രസ്ഥാനങ്ങൾ മാത്രമാണ് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ പല പുരോഗമന പ്രസ്ഥാനങ്ങളും ഇന്നും ജീവിക്കുന്നത് സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലാണ്. തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറുന്നത് അവർ മനസ്സിലാകുന്നില്ല. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതും അവർ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ഗവൺമെൻറ്റിന് ബിസിനസ് നടത്തി ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയില്ല എന്ന ലോകത്ത് പല രാജ്യങ്ങളും തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആ സിസ്റ്റത്തിൽ കടിച്ചു തൂങ്ങിയാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. മുതലാളിമാരില്ലാതെ തൊഴിലാളികളെ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്കിന്നും മുതലാളിമാർ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ഒന്നും ചെയ്യാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് മണിമാളികൾ കിട്ടി അതിനകത്ത് സമൂഹത്തിനൊന്നും ചെയ്യാതെ ഇരുന്നവരൊക്കെ മിടുക്കന്മാരായി റിസ്ക് എടുത്ത് തങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ബാങ്ക് ലോണും എടുത്ത് മാർക്കറ്റിൽ ചെലവാക്കി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ കരിങ്കാലികളായി. ചോട്ടാ നേതാക്കളും ഉദ്യോഗസ്ഥരും വെറുതെ റോഡിൽ കൂടെ പോകുന്നവൻ വരെ വന്ന് അവനെ കല്ലെറിഞ്ഞിട്ട് പോയി. പലരും രക്ഷപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറി. കോടിക്കണക്കിന് വിലയുള്ള പ്ലാന്റേഷൻ തോട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് രാത്രിക്ക് രായ്ക്ക് രാമാനം ഒളിച്ചോടേണ്ട അവസ്ഥയിലെത്തി പലരും. ഒരു ജീവിതകാലം കൊണ്ട് കെട്ടിപ്പടുത്തെടുത്ത ഫാക്ടറി സമുച്ചയങ്ങൾ പലരുടെയും ഇന്ന് ശവപ്പറമ്പുകളായി മാറിക്കിടക്കുന്നു. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലന്വേഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ പല സാമ്പത്തിക വിദഗ്ധർക്കും ബുദ്ധിജീവികൾക്കും കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും തത്വശാസ്ത്രങ്ങൾ കൊണ്ടും മുദ്രാവാക്യം വിളികൾ കൊണ്ടും ജനങ്ങളുടെ പട്ടിണി മാറ്റിയ ചരിത്രം ലോകത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറിയ രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സമൂഹങ്ങളും മാത്രമേ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതും സത്യമാണ്. നമ്മൾ മലയാളികളുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യന്മാർ നമ്മൾ മലയാളികളാണ്. പക്ഷേ നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇന്ന് കയ്യൂക്കുള്ളവനും കാശുള്ളവനും തന്നെയാണ് കാര്യക്കാരൻ. ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, ഡ്രൈവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ ഞാൻ സ്മാർട്ടാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള അക്ഷീണ പരിശ്രമങ്ങളാണ്. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതി വണ്ടി ഒന്ന് മെല്ലെ ഓടിച്ചു കഴിഞ്ഞാൽ, സൈഡിലൊന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവിടെ സ്ലോ ഡൗൺ ചെയ്ത് അവരെ ഒന്ന് ചീത്ത വിളിക്കാതെ, പേടിപ്പിക്കുന്ന രീതിയിൽ ഓൺ അടിക്കാതെ, കളിയാക്കുന്ന ഒരു കമൻറ്റ് പറയാതെ പോകാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അതുമായി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റിലേക്ക് നീങ്ങുന്ന മെസ്സിയുടെ അവസ്ഥയാണ് നമുക്ക്. പോയിട്ട് യാതൊരു തിരക്കുമില്ലെങ്കിലും നമുക്ക് പിന്നെ ജീവൻ മരണ പോരാട്ടമാണ്. വെട്ടിച്ചു മാറ്റി ഒഴിഞ്ഞു മാറി മറ്റുള്ളവരേക്കാൾ മുന്നിൽ നമുക്ക് കയറിപ്പോകണം. ഒന്ന് നിർത്തി കൊടുക്കുന്നതിന്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതിന്, ഒന്ന് ക്ഷമിക്കുന്നതിന് നമ്മുടെ ഈഗോ പലപ്പോഴും നമ്മളെ അനുവദിക്കാറില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിക്കാമെന്നും റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കാമെന്നും ഓടയിൽ കിടന്നുറങ്ങാമെന്നും ഒക്കെയുള്ള സമ്പ്രദായങ്ങൾ, അതിൽ കൂടുതൽ മദ്യപിക്കുന്ന ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഇത് അനുസ്യൂതം തുടരുന്ന ഒരു കലാപരിപാടിയെ തുടരുന്നതും എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ഒന്നും ബോഡി ഷേമിംഗ് നടത്താൻ, ജെൻഡർ ബേസിൽ തരംതിരിവുകൾ നടത്താൻ അനുവാദമില്ലാത്ത രാജ്യങ്ങളാണ്. അയൽവക്കക്കാർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത രാജ്യങ്ങളാണ്. സദാചാര പോലീസിൻ്റെ ശല്യമില്ലാത്ത രാജ്യങ്ങളാണ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് സ്ട്രോങ് ആയിട്ട് മുഖത്ത് നോക്കി പറയാം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേരളത്തിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി താമസമാക്കിയ യുവാക്കളെ എനിക്കറിയാം. അവർ സ്വസ്ഥമായി ജീവിക്കുന്നതിന്, സ്വന്തം താല്പര്യങ്ങൾക്കും പാഷനും അനുസരിച്ച് ജീവിക്കുന്നതിന്, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിന് അവരെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ സാധിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യം എത്രത്തോളമാണ്? 2011 ഒരു സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ആവറേജ് ഏജ് 25 വയസ്സാണ്. പക്ഷേ ജനപ്രതിനിധികളുടെ ആവറേജ് പ്രായം 60 വയസ്സിന് മുകളിലാണ്. അവരിൽ പലരും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആളുകൾ പോലുമല്ല. നമ്മുടെ യുവാക്കൾക്ക് അറിവില്ലെന്നും മച്യൂരിറ്റി ഇല്ലെന്നും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലെന്നും നമ്മൾ ഇന്നും വിശ്വസിക്കുന്നു. മാനേജർ പോസ്റ്റുകളും സീനിയർ പോസ്റ്റുകളുമെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നത് കഴിവ് നോക്കിയല്ല, സീനിയോറിറ്റിയും സർവീസും മാത്രം നോക്കിയാണ്. അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉയർന്ന തലത്തിലിരിക്കുന്നവർ തെറ്റു പറഞ്ഞാലും അതിനെ അനുസരിക്കുന്നതാണ് മാന്യത എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിലും കമ്പ്യൂട്ടർ മേഖലയിലുമൊക്കെ പഴയ തലമുറയേക്കാൾ വലിയ പ്രാവീണ്യമുള്ളവരാണ് പുതിയ തലമുറയെങ്കിലും അവരിൽ എത്ര പേർ നമ്മുടെ പ്ലാനിംഗ് ബോർഡുകളുണ്ട്? എത്ര പേർ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികളിലുണ്ട്? നമ്മുടെ മാമൂലുകളും പാരമ്പര്യങ്ങളും പഴമയുടെ മഹത്വവുമൊക്കെ ഞെരിക്കുകയാണ് പുതിയൊരു തലമുറയെ. തങ്ങളുടെ നാട്ടിൽ തങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടിയെങ്കിൽ പിന്നെ ഏത് നാട്ടിൽ താമസിച്ചാൽ എന്താണ്, അവർ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്?
മലയാളി പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം 1970-കൾക്ക് ശേഷം ഒരു കൊച്ചു സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന വിദേശ നാണ്യത്തിൻ്റെ കണക്ക് മില്യനുകളും ബില്യനുകളുമല്ല, ട്രില്യനുകളാണ്. വർഷം തോറും ആയിരക്കണക്കിന് കോടി ഡോളർ വിദേശ നാണ്യം നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിലേറിയ പങ്കും ബാങ്കുകളിൽ ഐഡിൽ മണിയായി, ഡെപ്പോസിറ്റുകളായി മാറിക്കൊണ്ടിരുന്നു. ചിലർ അത് വീട് പണിയുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. നമ്മൾ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ലോണായി കൊടുത്തുകൊണ്ട് വരുന്നു. കേരളം അങ്ങനെ തന്നെ നിന്നു. ഇന്ന് കോവിഡിനും ഗൾഫ് രാജ്യങ്ങളുടെ സ്വദേശിവൽക്കരണത്തിനും ശേഷം ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ്. 1.2 മില്യൺ വിദേശ മലയാളികളാണ് ഗൾഫ് നാടുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. 30-40 വർഷം മണലാരണ്യത്തിൽ ജോലിയെടുത്തതിന് ശേഷം ഇന്ന് തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ട അവസ്ഥയാണ് അവർക്ക് നിലനിൽക്കുന്നത്. RBIയുടെ ഏറ്റവും അടുത്തുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ UAEയെ മറികടന്ന് USA ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. UK-യും സിംഗപ്പൂറുമൊക്കെ അവരുടെ ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ അങ്ങോട്ടുള്ള കുടിയേറ്റങ്ങൾ കൂടിയത് തന്നെയാണ് ഇതിന് കാരണം. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശ നാണ്യമെങ്കിലും നമുക്ക് ബിസിനസ്സുകളായി, ഇൻവെസ്റ്റ്മെൻറ്റുകളായി, സ്റ്റാർട്ടപ്പുകളായി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, സത്യം തുറന്നു പറഞ്ഞവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പരിപാടി നമ്മൾ നിർത്തിയില്ലെങ്കിൽ, നമ്മുടെ നയങ്ങളും രീതികളുമൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, നാളെ ഒരുപക്ഷെ ഈ ഗൾഫ് നാടുകൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ശേഷം ചൊവ്വയിലേക്ക് കുടിയേറാൻ ബാഗും തൂക്കി ഇറങ്ങുന്നത് നമ്മുടെ മലയാളികളുടെ അടുത്ത തലമുറ തന്നെയായിരിക്കും. അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരുമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കുടുംബത്തിലെത്തുന്നവരെ